മഹത്വമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മക്കളെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവത്തിന് വ്യക്തമായി പറയുന്നു, കർത്താവിനാൽ അവരെ യോജിപ്പിച്ചിരിക്കുക, ഇത് വേർതിരിപ്പാൻ കഴിയില്ല. മലാക്കിലെ പുസ്തകം 2:14 വാക്യം. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷ നിർത്തുന്ന ഇസ്രായേലിന്റെ ദൈവമായി യഹോവ അരുളിച്ചെയ്യുന്നു. വിവാഹമോചനം എന്നുള്ളത് കോടതി മുഖാന്തരം വിവാഹമോചനം നേടിയാലും ഭാര്യയോ ഭർത്താവോ ജീവനോടിരിക്കുമ്പോൾ മറ്റൊരുത്തി വിവാഹം കഴിച്ചാൽ ബൈബിൾ പ്രകാരം വ്യഭിചാരം ചെയ്യും. ലൂക്കോസ് 16:18 വാക്യം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവരെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചുള്ള വിവാഹം കഴിക്കുന്നവരും വ്യഭിചാരം ചെയ്യുന്നു. ഇതാണ് പ്രമാണം. അതുകൊണ്ട് കോടതി മുഖാന്തരം വിവാഹമോചനം നേടിയാലും ഭാര്യ ഭർത്താവ് ജീവനോടിരിക്കുമ്പോൾ മറ്റൊരു വിവാഹം നടക്കാം. പുരുഷന് ഭാര്യയെ കിട്ടും, സ്ത്രീക്ക് പുരുഷനെ കിട്ടും. പക്ഷേ നിത്യരാജ്യത്ത് പ്രവേശിക്കാൻ ഒരവസരമില്ല. നിത്യനരകത്തിലേക്കുള്ള പാസ്പോർട്ടുകൂടെ കൈവരും. അതുകൊണ്ടാണ് പറയും, എന്തെങ്കിലും അല്പം നിസ്സാര കാര്യം മതി, നിസ്സാര കാര്യങ്ങൾ മതി, ഉടനെ അത് വലുതാക്കി എടുത്തിട്ട് എന്താണ് വിവാഹമോചനത്തിന് വേണ്ടി ഇങ്ങനെ ഉടനെ നീങ്ങുക. 6 മാസം പോലും സ്വസ്ഥമായി ജീവിക്കാൻ പലർക്കും കഴിയുന്നില്ല. അങ്ങനെയല്ല, കുടിജീവിതമാകുമ്പോൾ കഷ്ടമുണ്ടാകാം, ഞെരുക്കമുണ്ടാകാം, ജനിക്കുന്നതൊക്കെ ഉണ്ടാകാം. എല്ലാം സഹിച്ച് സന്തോഷമായി ജീവിക്കുന്ന ജീവിതമാണ് കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമാണ്. കൂടി സന്തോഷത്തോടെ ഇമ്പമായി സന്തോഷമായി ജീവിക്കാൻ തുടങ്ങണം. ദൈവം ഒരുക്കട്ടെ. റോമാലേഖനം 7:1 വാക്യം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വേണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ ദൈവപ്രമാണപ്രകാരം ജീവിക്കാൻ ദൈവം തന്നെ കുഞ്ഞുങ്ങളെ ഒരുക്കട്ടെ. കർത്താവിന് കാത്തിരിച്ചാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.